ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അസസ്മെന്റ് ക്രൈറ്റീരിയസിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്രൈറ്റീരിയ ആയിട്ടുള്ള വർക്ക് ബുക്ക് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ അസസ്മെന്റ് സിസ്റ്റത്തിലെ ക്രൈറ്റീരിയസ് ആയിട്ടുള്ള അസൈൻമെന്റ്, പ്രൊജക്റ്റ് പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്രൈറ്റീരിയയാണ് ഈ ഒരു വർക്ക് ബുക്ക് എന്നുള്ളത്. സോ നമ്മുടെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കോഴ്സുകൾക്കും നമുക്ക് വർക്ക് ബുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BBA, BSW പോലെയുള്ള കോഴ്സുകൾക്കാണ് ഈ ഒരു വർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഒരു വർക്ക് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റുഡൻസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയൽസിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായി വരുന്നത് ഇന്റേൺഷിപ്പിലൂടെയോ ഫീൽഡ് വർക്കിലൂടെയോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസ് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റുഡൻസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡയഗ്രാംസോ ഗ്രാഫുകളോ ഉണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞതാണ് നിങ്ങളൊരു വർക്ക് ബുക്ക് തയ്യാറാക്കേണ്ട ഗൈഡൻസ്. ഇതേ രീതിയിൽ വർക്ക് ബുക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വർക്ക് ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ വർക്ക് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെൻസും കൂടെ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വർക്ക് ബുക്ക് ചെയ്യുമ്പോൾ 100 മാർക്കിലായിരിക്കും നിങ്ങൾക്കൊരു വർക്ക് ബുക്ക് വരുന്നത്. അതിൽ 35 ആണ് നിങ്ങൾക്ക് പാസിംഗ് മാർക്കായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഒരു സെപ്പറേറ്റ് പേപ്പർ പോലെ ആയിരിക്കും നിങ്ങളുടെ വർക്ക് ബുക്കിൻ്റെ മാർക്ക് യൂണിവേഴ്സിറ്റി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ബുക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.